Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ശരിക്കും പറഞ്ഞാൽ റെസിപ്പിയുടെ കാര്യം പറയേ വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ അടുപ്പത്തൊരു ചട്ടി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതെന്തായാലും മീൻകറി വെക്കാനുള്ള ചട്ടിയാണെന്നറിയാം. അതുകൊണ്ട് റെസിപ്പി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു മീൻകറിയാണ് ചെയ്യാൻ പോകുന്നത്. മീൻകറി എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, തനി നാടൻ ഒരു മീൻകറിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക, ഒരു സ്വാദിഷ്ടമായ ഒരു നല്ലൊരു മീൻകറിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഒരുപാട് ചേരുവകളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യുന്ന ഒരു കുഞ്ഞി മീൻകറി. പക്ഷെ ആ മീൻകറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഈ മീൻകറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. ഇനി ആദ്യം വേണ്ടിയ ചേരുവകൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് പുളിയുടെ വെള്ളമായത്, പിടിപുളിയായത്. പിടിപുളി അല്ല, ശരിക്കും ഇതിന് ഉപയോഗിക്കേണ്ടത് കുടംപുളിയാണ്. പുളി നല്ലോണം ആ കറിക്ക് വേണം. അതുകൊണ്ട് ഇനിയിപ്പോൾ കുടംപുളി ആയാലും ശരി വാളംപുളി ആയാലും ശരി, ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കുടംപുളിക്കാണ് കൊടുക്കുന്നത്. പിന്നെ വേണ്ടിയ കുറച്ച് ടൊമാറ്റോ, ഇത് കുറച്ച് കുച്ചുള്ളി അരിഞ്ഞതാണ്, പച്ചമുളക്, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി. ഇത്രയും സാധനമാണ് വേണ്ടേ. പിന്നെ ഇച്ചിരി ഉപ്പ്. ഇത്രയും സാധനമാണ് വേണ്ടി. ഇതിന് വേണ്ടിയ മീൻ ഇന്ന ദശകട്ടിയുള്ള മീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീനിലും ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ കുറച്ച് ദശകട്ടിയുള്ള മീനാണ് മേടിച്ചേക്കുന്നത്. ഇതിൽ ഫസ്റ്റ് കുറച്ച് പരിപാടികൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ കത്തിച്ചേച്ച് ആദ്യം ചട്ടിയെ തന്നെ വെക്കണ്ട, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് ഇത്രയും മീനിന് നമ്മൾ എത്ര മീനാണോ എടുക്കുന്നത് ആ മീനിന് കണക്കാക്കി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളിയായിട്ട് ഇട്ടേച്ചാലും മതി, ഇതേപോലെ ചതക്കുക വേണ്ട. അതല്ല അരിഞ്ഞ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഏതായാലും പ്രശ്നമില്ല. മേടിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണെങ്കിൽ ഒരു ഇച്ചിരി നേരം ഒന്ന് മൂപ്പിച്ചേക്കണേ. അതിനെന്നാന്നറിയോ, അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ആയത് ഈ പറഞ്ഞ പോലെ വിനാഗിരി അതൊക്കെ ചേർത്തിട്ടുണ്ടാവും. അത് മാത്രമല്ല നമ്മൾ വീട്ടിലെടുക്കുന്ന അതേ ടേസ്റ്റ് അല്ല വെളിയിൽ നിന്ന് മേടിക്കുന്നതിന് കിട്ടുന്നത്. അതുകൊണ്ട് അതിനെ ഒരു ഇച്ചിരി സ്വപ്പം ഒന്ന് മൂപ്പിച്ചേക്കും. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ഇച്ചിരി അതിൻ്റെ ഒരു പച്ചച്ചൊവ പോണേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ മുഴുവൻ കുത്തലായി. ഇതൊരു മൂത്ത് കഴിഞ്ഞു. ഇനി തീ ഇച്ചിരി നല്ലതായിട്ട് കുറച്ച് വെച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതിന് ശേഷം ഒരു 2 സ്പൂൺ മുളക് പൊടി, അല്ല 2 സ്പൂൺ മുളക് പൊടി ആണെങ്കിൽ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടേച്ചാൽ മതി. 4 ഇടുന്നതെങ്കിൽ 2, നേർ പകുതിയാണ് മല്ലിപ്പൊടിയുടെ അളവ്. ഇപ്പോൾ ഇത് ഏകദേശം 3 സ്പൂണാണുള്ളത്. അതുകൊണ്ട് ഞാനൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഈ നമ്മുടെ ചേർത്തേക്കുന്ന പൊടിയെല്ലാം അതിൻ്റെ ആ ഒരു കുത്തൽ മാറുമ്പോഴത്തേന് തീ നല്ലതായിട്ടൊന്ന് ഓഫ് ചെയ്യുക. ഹൈ ഫ്ലെയിമേ കൊടുത്തേച്ച് ഓഫ് ചെയ്താൽ മതി. തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഇത് ഒരു മുറി തേങ്ങയേ ഉള്ളേ, ഈ തേങ്ങ ഇതിനകത്തോട്ട് അന്നേച്ച് ഈ തേങ്ങയിലോട്ട് ഈ അരപ്പ് തേങ്ങ കാണാൻ മേലാത്ത പോലെ നല്ലോണം ഒന്ന്, ഈ വെള്ള നിറം അറിയരുത് എന്ന് പറയുന്ന പോലെ ഇത് മുഴുവനും ഈ തേങ്ങയിലോട്ട് അങ്ങോട്ട് പിടിക്കണം. അത് ആ ചൂട് ചീനച്ചട്ടിയെ തന്നെ ഇട്ടങ്ങ് ചെയ്തേച്ചാൽ മതിയേ. കണ്ടോ, ഇപ്പം തേങ്ങയുടെ നിറം എല്ലാം ഇങ്ങ് ചുമന്ന് വരും. അന്നേച്ച് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി എളുപ്പമാണ്. പക്ഷേ എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, ഈ തേങ്ങ ഒരു ഇച്ചിരി ആറാതെ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ ഒക്കുകയില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി അരച്ച് കഴിഞ്ഞേച്ച് നല്ല മഷി പോലെ അരയ്ക്കണേ.
ഫസ്റ്റ് നമ്മൾ മഷി പോലെ അരച്ചതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളി അരിഞ്ഞോ അല്ലെങ്കിൽ മുഴുവനോടെയോ ഏതായാലും ഒരു 5 എണ്ണം ഒരു 6 എണ്ണം അതിനകത്തോട്ട് അങ്ങ് ഇടുക. അരയ്ക്കുന്ന പേസ്റ്റിനകത്തോട്ട് ഇടുക. എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ല അസലായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ചട്ടി ചൂടാവാൻ വെക്കണം. ഞാൻ നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന അരപ്പ് നല്ലോണം അരച്ച് വെച്ചു. അതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പുറത്ത് ചട്ടി കത്തിച്ചായിരുന്നു. കത്തിച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിനകത്തോട്ട് എനിക്കൊരു ഇച്ചിരി കടുക് ഇടണം, ഒരു ഇച്ചിരി ഉലുവ, അതും ഒന്ന് ഇച്ചിരി പൊട്ടിക്കഴിഞ്ഞാൽ പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടേച്ചാലും മതി. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കറിവേപ്പില. ഇതൊന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരിച്ചിരി തക്കാളി, ഒരു കുഞ്ഞി തക്കാളി മതിയാവും. തക്കാളി ശരിക്കും പറഞ്ഞാൽ അത്രയും വഴണ്ട് പോകാനും വേണ്ടി ഒന്നുമില്ല. ആ ഉലുവയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇച്ചിരി മൂത്തേച്ചാൽ മതി. ഇത് ഇച്ചിരി ആയി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ്, അത് ശരിക്കും ആക്ച്വലി ഇത്രയും ഈ ഒരു നിറം വരുവേ, ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തില്ല, പുളിയും ചേർത്തില്ല. ഇത് ശരിക്കും ഞാൻ ഈ പുളി ഇവിടെ എടുത്തു വെക്കാൻ കാര്യം എന്താ, ചിലർക്കാണെങ്കിൽ കുടംപുളി ഇഷ്ടമല്ല, വാളംപുളി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അവർ ഈ വാളംപുളി ഉപയോഗിച്ച് വെച്ചാൽ മതി. ഒരു 2 കഷ്ണം പുളി കൂടുതലാണെങ്കിൽ ഒരു കഷ്ണം വരെ ഇട്ടേച്ചാൽ മതി. പുളി കുറവാണെങ്കിൽ 2ഓ 3ഓ ഇടാം. പിന്നെ നോക്കി തിളച്ചതിന് ശേഷം കൂടുതൽ ഇട്ടേച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് വെച്ച് കഴിഞ്ഞത് എന്നാന്ന് വെച്ചാൽ അതൊരു ഓപ്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം ചിലർ ഉപയോഗിക്കാത്തൊരു എനിക്കിതേ ഉള്ളൂ, മറ്റത് ഉപയോഗിക്കാൻ ഒക്കെയല്ല എന്നൊക്കെ പറയുമ്പോൾ വിഷമം വേണ്ട. നമുക്ക് ഇതാണെങ്കിൽ ഇത് ഏത് പുളിയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത്. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് മീനിനെയും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് വേണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരിയും കൂടി കറിവേപ്പില വേണ്ടിയിട്ടല്ല, പക്ഷെ ഒരു പച്ചക്കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി നല്ല മണമാണ്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മീൻ ഇടുക. മീനൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വാങ്ങിയേച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇതിൻ്റെ കൂടെ നല്ല കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മീനും കൂടെ ഇടുക. മീനിട്ട് നമുക്ക് എത്ര ഗ്രേവിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രേവിയുടെ അത്ര എത്തുമ്പോൾ ഓഫ് ചെയ്യുക. ഇനി ഇതിനകത്ത് ഇച്ചിരിയും കൂടെ സ്വാദ് കയറണം എന്നുണ്ടെങ്കിൽ വാങ്ങാൻ നേരം ഒരു ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഇനി എണ്ണ ഒന്നും ഒഴിക്കണ്ട. ഈ പറഞ്ഞ പോലെ മീൻ ഇടുക. മീനിട്ട് തിളച്ച് കഴിഞ്ഞ് മീനൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അടപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചാൽ എന്തോരം വേണം, എത്ര നമുക്ക് അതിൻ്റെ ആ ഒരു ചാറ് എന്തോരം വേണം അത് നോക്കി വെച്ചാൽ നമ്മളങ്ങ് ഓഫ് ചെയ്തേച്ചാൽ മാത്രം മതി. എനിക്കിനിയിപ്പോൾ എന്നാ മീൻ നമ്മുടെ അരപ്പ് തിളച്ചതിന് ശേഷം എന്താണ് ഞാൻ ഈ മീൻ അങ്ങ് ഇടുക. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല എന്നൊക്കെ അമ്മച്ചിമാർ പറയുന്നത്. പക്ഷേ അത് എന്നാന്നറിയോ, മീൻ വെന്ത് കഴിഞ്ഞേച്ചാണ് അങ്ങനെ പറയുന്നത്. എന്നുവെച്ചാൽ അത് കഴിഞ്ഞാൽ ആ മീൻ അങ്ങ് ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇട്ടല്ലേ ഉള്ളൂ, അന്നേരം അത്രയും വേവാനും വേണ്ടി ഒന്നും ആയില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം അടച്ച് വെച്ച് ആ മീനിൻ്റെ ഉപ്പും പുളി എരിവും എല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. വീട്ടിൽ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ കപ്പയെങ്കിൽ കപ്പ, അപ്പം, ദോശ,
ചോറാന്നേൽ അതും നല്ല പുളിശ്ശേരിയും കൂട്ടി കഴിക്കാൻ നല്ല ഉഗ്രം കറിയായത്. ഇനിയിപ്പോൾ എന്നാ ഉള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ ഫ്രിഡ്ജിൽ എന്നാ ഉണ്ടോയെന്ന് വെച്ചാൽ ആ ഒരു ചോയ്സ്, അതായത് അപ്പമെങ്കിൽ അപ്പം, കപ്പയെങ്കിൽ കപ്പ. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ഒരു മണം തന്നെ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ലൊരു ചൂട് ചായയും കൂടെ കിട്ടുവാണെങ്കിൽ കപ്പയും മീൻകറിയും ചായയും ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, എന്നാ നല്ല ടേസ്റ്റാണ് അല്ലേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനേക്കാട്ടിലും എന്താ പറയുക, എൻ്റെ പാചകം ഒരു ചെറിയൊരു അടുക്കളക്കാരി ചെയ്യുന്ന ഒരു കുഞ്ഞി ലോകത്തുള്ള ഒരു കുഞ്ഞി സാധനം. പക്ഷേ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റിനെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവി കാണുന്നത് പുലിമുരുകൻ എന്ന ഫിലിമിലാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കാണുന്നത് തിയേറ്ററിൽ പോയിട്ടാണ് കാണുന്നത്. ശരിക്കും ഒരു ദ ട്രൂ ആക്ടർ എന്ന് പറയാം. അത് ആരാ എന്ന് ചോദിച്ചാൽ പുലിമുരുകൻ എന്നൊരു ഞാൻ ഫിലിമിൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അതിനകത്ത് ആർട്ടിസ്റ്റ് ആരാ എന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് സന്തോഷ് കിയാറ്റൂരാണ്. അദ്ദേഹത്തെ ഞാൻ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്തേ. ഇപ്പം നമ്മൾ വർത്താനം പറഞ്ഞപ്പോഴുണ്ടല്ലോ, സന്തോഷ് ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. വർത്താനത്തിൽ ഭയങ്കര ഹമ്പിളായിട്ടൊക്കെ സംസാരിക്കും. അല്ല, അതെന്തറിയോ, ഞാനും സിനിമ കാണാൻ തുടങ്ങുന്ന സമയം അനീനൊക്കെ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഒരുപാട് ദൂരത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ, പല സ്റ്റേജിൽ നിന്നൊക്കെ. ബാക്കി കണ്ടതൊക്കെ സ്ക്രീനിലാണ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഇഷ്ടപ്പെട്ട ആക്ട്രസിനെ ഞാനും നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന എൻ്റെ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ച എന്നാന്നറിയാവോ, ശരിക്കും വലിയ വലിയ ലെജൻസ് ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ ഇച്ചിരി വർത്താനം പറയത്തുള്ളൂ. ഇച്ചിരി വർത്താനം പറഞ്ഞിട്ട് അവരുടെ വർക്ക് അത്ര നല്ല ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് അവർ കൊടുക്കുന്നത്. ഇത് ശരിക്കും സന്തോഷ് കുഞ്ഞുനാളും പോലെ നാടകത്തിൽ വന്നുകൊണ്ടാണോ ഒരു ഹെൽപ്ഫുൾ ആയത്? ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് എനിക്ക് എൻ്റെ സീക്രട്ട് അറിയാനാണ് ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ചോദിച്ചാൽ കുടുങ്ങിപ്പോകും. ഒന്ന് നാടകമായിരുന്നു എൻ്റെ ഏറ്റവും തുടക്കം തൊട്ട്. ഏകദേശം എന്താ പറയുക, ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ വീട്ടുമുറ്റത്ത് നാടകം കളിക്കുക. ഞങ്ങൾ ബ്രദേഴ്സൊക്കെ ഒരുമിച്ച് ചേർന്ന്, കൂട്ടുകാരൊക്കെ ചേർന്ന്. എനിക്കൊന്ന് തളിപ്പറമ്പായിട്ട് നല്ല പരിചയമുണ്ടല്ലോ ലാനിക്ക്. അപ്പോൾ തളിപ്പറമ്പ് ഈ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം കേട്ടു. മുല്ലശ്ശേരിയിലാണ്. മുല്ലശ്ശേരി, അതെനിക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് നാടകങ്ങൾ കാണും. അപ്പോൾ ആ നാടകങ്ങളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ പൂട്ടിയാലോ അല്ലെ ശനിയും ഞായർ ദിവസമൊക്കെ പ്രധാന ഹോബി ഇതാണ്. ആ കണ്ട രംഗങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കുക, അമ്മയുടെ സാരിയും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നാടകത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ചുരുക്കം പറഞ്ഞാൽ അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. അതെ അതെ, അതാണ് ഏറ്റവും കൂടുതൽ. അഭിനയം മാത്രമല്ല, എന്താ പറയുക, നാടകം, അതിൻ്റെ പിന്നിലുള്ള വർക്ക്, സംവിധാനം, അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഒക്കെ പഠിക്കാൻ ഇഷ്ടമായിരുന്നു. ഓ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര വയസ്സിലാണ് ട്രൂലി നാടകത്തിൽ കയറിയത്? നമ്മുടെ സ്കൂൾ വിട്ടിട്ട് നാടകം ഒരു ഉപജീവനമാണ്, അല്ല അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടും എന്ന് തോന്നലിൽ ഞാൻ കയറിയത് 16ാമത്തെ വയസ്സിൽ കണ്ണൂർ സംഘം. അതെ, അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. വീട്ടിലെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. പിന്നെ അന്ന് നാടക ട്രൂപ്പൊക്കെയാണ് നമ്മുടെ മുന്നിൽ വലിയ, അതിൽ അഭിനയിക്കുന്ന നടന്മാരൊക്കെയാണ് വലിയ ഹീറോസ്. ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് കാണുന്ന ഒരു ഇതുണ്ടല്ലോ, ആക്ടേഴ്സ് വന്നിട്ട് പച്ചയായിട്ട് അതിനോടൊരു ഇഷ്ടം തോന്നി, ഭയങ്കര പാഷൻ തോന്നി. ശരിക്കും കണ്ണൂർ എന്നൊക്കെ സന്തോഷ് കണ്ണൂരിൽ നിന്നല്ലേ തളിപ്പറമ്പ്? അതാ ശരിക്കും അവിടെയൊക്കെ ഭയങ്കര ട്രഡീഷണലും ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഈവൻ എന്താ പറയാ, തെയ്യത്തിന്റെ നാടാണ്. ഭയങ്കര ഒരു കൾച്ചർ ഒത്തിരി ഉണ്ട് ആ ഒരു നാടിന് അല്ലേ. അപ്പൊ 16 വയസ്സിൽ ഒരു പയ്യൻ നാടകം എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ വീട്ടിലാർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവില്ലേ? അല്ല, ആദ്യം ഉണ്ടായിരുന്നു. ആദ്യമല്ല, കുറേ കാലം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ പരമാവധി വിട്ടു തന്നെയാണ്. കാരണം ഞങ്ങൾ 3 ബ്രദേഴ്സാണ്. 3 പേരും. ഏട്ടൻ പൊളിറ്റിക്സിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ അനുജൻ സ്പോർട്സിലാണ് അവന് കൂടുതൽ ഇഷ്ടം, ഞാനിതിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ, പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ആ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചിട്ടില്ല. അത് വീട്ടുകാർക്ക് വലിയ സമാധാനമാണ്. പക്ഷേ ഞാനിങ്ങനെ ഒരു സൈഡ് സഞ്ചിയൊക്കെ തൂക്കി പോകുമ്പോൾ വിഷമമുണ്ട്. പിന്നെ ഒരു യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലാത്തൊരു മേഖലയാണ് നാടകം. ഉറപ്പില്ല. യാത്ര, ഒരുപാട് യാത്രയാണ്. അത് പിന്നെ നല്ല സുഖകരമായ അവസ്ഥയൊന്നും ആയിരിക്കില്ല. ഭക്ഷണമായാലും താമസ സ്ഥലം നോവും. പിന്നെ കുറേ ദിവസം കൂടി വരുമ്പോഴുണ്ടാകുന്ന ഭയങ്കരമായ ക്ഷീണം ഉണ്ടാകും.
പിന്നെ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ഒരു വരുമാനവും ഇല്ല. വരില്ല. പക്ഷെ അതൊന്നും ചോദിച്ചിട്ടില്ല അമ്മ. അത് ഇപ്പോഴും ഇല്ല കേട്ടോ. എന്താ അന്ന് നാടകം കളിക്കുമ്പം എത്രയാണ് ഞാൻ പൈസ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് സിനിമയിലൊക്കെ അഭിനയിക്കുമ്പം ഇപ്പോൾ സിനിമയിൽ നിന്ന് എത്ര കിട്ടും എന്നതിനെ കുറിച്ചൊന്നും എൻ്റെ അമ്മ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല. അമ്മയും ചോദിച്ചിട്ടില്ല, അച്ഛനും ചോദിച്ചിട്ടില്ല. അവർക്കെന്തോ എൻ്റെ ഈ കല ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. കലയെ സ്നേഹിക്കുന്ന ഒരു മകനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അച്ഛനൊരു ടെൻഷനും കാണും. ഒരു മകൻ ഇങ്ങനെ ഒരു സഞ്ചിയും തൂക്കിയൊക്കെ ഇറങ്ങുമ്പോൾ നാച്ചുറൽ ഒന്ന് കുടുംബത്തിൽ നിന്ന് ആരുമില്ല, പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ആരുമില്ല. ഇങ്ങനെ ഒരു മുഴുവൻ സമയം കലാകാരന്മാർ ഒരുപാടുണ്ട്, പക്ഷെ മുഴുവൻ സമയം കല കൊണ്ട് ജീവിക്കാം എന്ന് ആരുമില്ല. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന ചെറിയ ടെൻഷനും പരാതികളും പരിഭവങ്ങളും കുടുംബക്കാരുള്ളത് ഫേസ് ചെയ്യണമല്ലോ. ഇതിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഒരു ഔട്ട്പുട്ട് ഈ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ കാണുമ്പോൾ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. സന്തോഷമുണ്ട്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അതെ, തീർച്ചയായിട്ടും. അത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഓടുന്നു എന്ന് പറയുന്ന ഒരു ഫിലിമിന്റെ ഓടുന്നോനല്ലേ, ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സന്തോഷിന്റെ ഒരു എന്താ പറയാ ഔട്ട്പുട്ടാ ഞാൻ പറയുന്നത്. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്ര നല്ലതായിട്ടാണ് സന്തോഷ് അത് ചെയ്തേക്കുന്നത്. അത് ശരിക്കും ഹോംവർക്ക്സ് മാതിരി ചെയ്തിട്ടുണ്ടോ? അല്ല, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കാരണം ഫിസിക്കലി നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. 10-22 ദിവസം അട്ടപ്പാടിയിലെ ഷൂട്ട്, അട്ടപ്പാടിയിലും കൊയിലാണ്ടിയിലെ ഒരു സ്ഥലത്തും, കുന്നുംപുറാണ്. പിന്നെ ഒരു 10-25 ദിവസം ചെരുപ്പിടാതെ ആ കുന്നുംപുറത്തൊക്കെ ഓടുക എന്നുള്ളത്. പിന്നെ ജീവനുള്ള പാമ്പൊക്കെ ദേഹത്തൂടെ എഴുതി പോകുക. ഇവിടെ നമ്മുടെ വാവ സുരേഷ് ഇവിടെ ഒരു പാമ്പിനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ എത്രയോ അടി പുറകിലാണ് നിന്നത്. പക്ഷെ നമുക്കൊരു എത്രയായാലും നമ്മുടെ കുഞ്ഞുനാളും പോലെ നമ്മുടെ ഉള്ളിൽ ഭയം വന്ന് കിടക്കുന്ന ഒരു അല്ല, അത് തന്നെയാണ് അതിന്റെ സബ്ജക്റ്റും. നമ്മുടെ ഉള്ളിൽ അറിയാതെ വന്നുപെടുന്ന ഭയങ്ങളുണ്ട്. ആ ഭയത്തെ എങ്ങനെ പുറത്ത് ചാടിക്കാം, ആ ഭയം ഇല്ലാത്ത മനുഷ്യനായി എങ്ങനെ മാറാം, ഇത് തന്നെയാണ് വാവ സുരേഷ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. സിനിമ അത്രയധികം സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കാരണം ഈ കുട്ടിക്കാലത്തൊക്കെ അച്ഛനോ അമ്മയോ മുത്തശ്ശന്മാർ അല്ലെ ആരെങ്കിലും വീട്ടിലെ മുതിർന്നവരൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും തരത്തിൽ അകാരണമായ ചില ഭയം തൊടുത്തുവിടും. പിന്നെ ആ കുട്ടി ആ ഭയം കൊണ്ടൊക്കെ ഒരുപാട് കാലം ജീവിക്കുക. അങ്ങനെയുള്ള ജീവിതം ഈ മനുഷ്യൻ അങ്ങനെയാണ്. ഈ ഭയം കാരണം ഇയാൾ ചിരിക്കൂല, ഇയാളുടെ ജീവിതം തന്നെ മറന്നു പോവാണ്. അതിനിടയിൽ കല്യാണം നടക്കുന്നുണ്ട്, അതിലൊരു കുട്ടി ഉണ്ടാവുന്നുണ്ട്. ആ കുട്ടി കുറച്ച് ഫിസിക്കൽ ചാലഞ്ചുള്ള ഒരു കുട്ടിയായിട്ട് ജനിക്കുകയാണ്. അതുപോലും നാഗശാപമാണെന്ന് ധരിക്കുകയും ആ കുട്ടിയെ പുറത്ത് വിടാതിരിക്കുക. പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് ലേയേഴ്സ് സിനിമയോടെ പറയുന്നുണ്ട്. അവസാനം ഇയാളുടെ ഭാര്യ തന്നെ കുട്ടിയെയും കൊണ്ട് ഇതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഈ മനുഷ്യൻ എത്തിപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നും ഓഷോയുടെ ഇത് പ്രകാരം ഭയമുള്ള മുഖങ്ങളിൽ ചിരി ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ഇയാൾ ചിരിക്കുന്ന മനുഷ്യനായിട്ട് ലാസ്റ്റ് തിരിച്ചു വരികയാണ്, സക്സസ് ആയിട്ട്. ഭയം മാറിയിട്ട് ശരിക്കും ഒരു മെസ്സേജാണ്, നല്ല മെസ്സേജാണ്. ഓക്കെ, അപ്പൊ ഈ സിനിമയിലൊക്കെ നമുക്കിപ്പോ നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന പോലെ നാടകത്തിൽ അങ്ങനെ സാധിക്കുമോ? നാടകത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. ഒരു കാലത്ത് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ നാടകങ്ങളിലൂടെ തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക്. അന്ന് അങ്ങനെയാണ്, ഇന്നാണല്ലോ ഒരുപാട് മീഡിയ വന്നത്, ടെലിവിഷൻ, മറ്റുള്ള ഫേസ്ബുക്ക്, ഒരുപാട് കാര്യങ്ങൾ. പണ്ട് ജനങ്ങൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നാടകത്തിനേക്കാളും എനിക്ക് തോന്നുന്നു സാംബശിവനെ പോലെയുള്ള കഥാപ്രസംഗം ചെയ്യുന്ന ആൾക്കാരാണ് ഒരു മൈക്കിന്റെ മുന്നിൽ നിന്നുകൊണ്ട്, അല്ലേ, ലോക ക്ലാസിക്കുകളാണ്. ഇപ്പം എൻ്റെ നാട്ടിലൊരു ഗോവിനാട്ടുണ്ട്, അദ്ദേഹം മരിച്ചുപോയി, ഒരു ചായക്കട നടത്തുന്നതാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരു 8-9 ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ കടയിൽ പോകുമ്പോൾ ഷേക്സ്പിയറിൻ്റെ കഥകളൊക്കെ പുള്ളിക്ക് ബൈഹാർട്ടാണ്, ലോക ക്ലാസിക്കുകൾ ബൈഹാർട്ടാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പുസ്തകം വായിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, സാംബശിവൻ്റെ ആരാധകനാണ്. ഇതാണ് ഈ നമ്മുടെ കലയിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് കലാകാരന്മാർ തന്നെയാണ് അവരുടെ സൃഷ്ടികളിലൂടെ ഇവിടെ എല്ലാം ലോക ക്ലാസിക്കുകൾ പരിചയപ്പെടുത്തി കൊടുത്തത്. മറ്റുള്ള ഒരാൾക്ക് അറിവാണ് ഏറ്റവും വലിയ. അത് ഇപ്പോഴും കലയുടെ ഏറ്റവും വലിയ ഇതാണ്. 2 തരത്തിലും വേണം, സമൂഹത്തിനും വേണം, കലയെ കൊണ്ടുള്ള ഗുണം, കലയ്ക്കും വേണം. ഇത് ശരിക്കും ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നാടകത്തിൽ ചെയ്യുന്ന, അവരോടൊക്കെ ഞാൻ ചോദിച്ച ഒരു ചോദ്യമേ ഉള്ളൂ, ഇത് എന്തുകൊണ്ട് അന്യം നിന്ന് പോകുന്നു, നമുക്കെന്താ തിരിച്ചത് കൊണ്ടുവരാൻ പറ്റാത്ത? ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ശരിക്കും നാടകം കാണുന്ന ഒരു ബോറടി പോലെ ഫീൽ ചെയ്യാതെ അവരതൊരു ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തുകൊണ്ട് കൊണ്ടുവരാൻ പഴയ പോലെ സാധിക്കുന്നില്ല? കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നാടകത്തിന് സംഭവിച്ചിരിക്കുന്നത്, നാടകം കേരളത്തിൽ കൂടുതലും ഈ പ്രചരണ മാധ്യമമായിട്ട് എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ പൊളിറ്റിക്സ് പറയുന്നില്ല, സഖാവ് EMS ഇന്നത്തെ പൊതുയോഗത്തിൽ പ്രസംഗിക്കും, പൊതുയോഗാനന്തരം KPSCയുടെ നാടകം. ശരിക്കും അന്നത്തെ കാലത്ത് KPSCയുടെ നാടകം കാണാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തടിച്ചു പോകുന്നത്. അതിനുശേഷം EMS കടന്നുള്ളൂ. EMS ഇഷ്ടമൊക്കെ ഉണ്ട്. ഇന്നത് തിരിഞ്ഞുപോയി. പിന്നെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന നാടകത്തിന് വേണ്ടിയുള്ള തിയേറ്ററുകൾ
ഇല്ല, കുറവ് എന്നല്ല, കേരളത്തിൽ ഒരു തിയേറ്റർ പോലും ഇല്ല നാടകങ്ങൾക്ക് മാത്രമായിട്ട്. ആ നാടകം ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ വരികയാണെങ്കിൽ കുറേയും കൂടി സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ നാടകങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങും. ഈ പറയുന്ന യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ പുറമേ നിന്ന് വരുന്ന നാടകങ്ങൾ ഇവിടെ കാണാം. ഇപ്പം നസുദ്ദീൻ ഷായുടെ തിയേറ്ററൊക്കെ കണ്ടിട്ടില്ലേ? അവരൊക്കെ മുഴുവൻ സമയവും നാടകമാണ്. correct. ഇപ്പം കേരളം വിട്ട് കഴിഞ്ഞാൽ, കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ 365 ദിവസവും നാടകം നടക്കുന്ന തിയേറ്ററുകളുണ്ട്. 300 രൂപ 500 രൂപയാണ് ഒരു നാടകം കണ്ട ടിക്കറ്റ് റേറ്റ്. ശരിയാണ്, അല്ല, നമ്മുടെ സിനിമയെക്കാളും ഇങ്ങോട്ടാണ് കൂടുതലാണ്. ഏറ്റവും കുറവ്. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അതാണ് നാടകം അന്യം നിന്ന് പോയിട്ടൊന്നുമില്ല. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വളരെ പക്ഷെ കുറഞ്ഞു. പഴയതുപോലെ പഴയ കാലത്തിന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നാടകത്തിന്റെ ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സന്തോഷ്, ടു ബി ഫ്രാങ്ക് ഞാൻ പറയുവാണെങ്കിൽ, ശരിക്കും ഞാൻ സിറ്റിയിൽ വളർന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു നാടകമൊക്കെ കണ്ടത് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നാടകത്തിന് രണ്ട് തരത്തിലുണ്ട്. നാടകം നമ്മൾ തേടി പോകണം, സിനിമ നമ്മുടെ തൊട്ട് മുന്നിലുണ്ട് അല്ലേ? നമ്മുടെ കയ്യിൽ മൊബൈൽ പിടിച്ചാൽ നമുക്ക് സിനിമ കാണാം. പക്ഷേ നമ്മളൊരു നാടകം കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ലോങ് പ്രോസസ്സ് പോലെയാണ്. ഇപ്പം ദേശീയ നാടകോത്സവം ട്രിവാൻഡ്രത്തേക്ക് വരുന്നു. ഒരു മാസം മുന്നേ അറിയിപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. പണ്ട് കഥകളിയിലും കാണാൻ പോകുന്ന പോലെയാണ് അല്ലേ? കഥകളി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങും അതിനെക്കുറിച്ച് പഠിക്കുവാനും അത് കാണുവാനും. അതുപോലെ നാടകങ്ങൾ, ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഫെസ്റ്റിവൽ, ഒരുപാട് നല്ല നല്ല നാടകങ്ങൾ സൂര്യ ഫെസ്റ്റിവൽ ഇറങ്ങിയിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു സമയത്തിനനുസരിച്ച് നാടകങ്ങൾ കാണാൻ പറ്റുന്നില്ല. അതൊരു സത്യമാണ് അല്ലേ? മറ്റേ സിനിമയാകുമ്പോൾ നമുക്ക് ഒരു തിയേറ്ററിൽ നമ്മുടെ ഇഷ്ടത്തിന് പോകാം. ഇവിടെ ഇല്ലെങ്കിൽ ഏരീസിലില്ലെങ്കിൽ അപ്പുറത്ത് ഇവിടെ ശ്രീ പത്മനാഭനിൽ പോകാം. അങ്ങനെ ഒരുപാട് പക്ഷേ നാടകം അതല്ല. പക്ഷേ നാടകത്തിന് കൃത്യമായിട്ടൊരു തിയേറ്റർ വന്നു കഴിഞ്ഞാൽ 365 ദിവസം ഇവിടെ നാടകം നടക്കുകയാണെങ്കിൽ എപ്പോഴാണോ എനിക്കൊരു നാടകം കാണാൻ തോന്നുന്നത് അന്ന് പോയിട്ട് നാടകം കാണാം. അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിലില്ല. കേരളത്തിന് പുറത്തുണ്ട്. എന്നും ഏത് ചാനലിൽ പോയി കഴിഞ്ഞാലും ഞാൻ ആദ്യം പറയുന്നത് അതാണ്. ഗവൺമെന്റ് എന്താണെന്ന് അറിയുന്നില്ല. അതിന്റെ ഒരു ഇൻകം ഇല്ലായ്മ കൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് കൂടുതലല്ലേ പ്രൈവറ്റ് മേഖലയിൽ വരാം. ഇപ്പൊ കൂടുതലും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിലാണ്. ഇപ്പൊ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്ന ഒരു നാടകമുണ്ട്, പെണ്ണടൻ. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവതരിപ്പിക്കും. ജാഗൃതി തിയേറ്റേഴ്സ്, അവിടെയൊക്കെ 300 രൂപ 500 രൂപ അവിടുത്തെ ഒരു ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ് അവിടെ പോയി നാടകം കളിക്കാൻ. കാരണം നമ്മൾ വലിയ റിസ്ക് ഒന്നും എടുക്കണ്ട. അവരുടെ ബോക്സ് ഓഫീസിലൂടെ തന്നെ അവർ ടിക്കറ്റ് സെയിൽ ചെയ്യും. നമുക്കതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് തരും. 80% നമുക്ക് തരും, 20% അവരെടുക്കും. അപ്പോൾ നമുക്ക് നല്ല എല്ലാ സിസ്റ്റത്തോടും കൂടി 200-250 പേർക്കുള്ള നല്ല AC തിയേറ്ററിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമായിരിക്കും. ഇവിടെ നമ്മൾ തന്നെ പ്രയത്നിച്ച് ഇങ്ങേറ്റം സ്റ്റേജ് തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മടുപ്പും ഉണ്ടാവും. നമ്മൾ തന്നെ പന്തല് കെട്ടി ടിക്കറ്റ് വിറ്റ് പിന്നെ ചോറും കറി ഉണ്ടാക്കി ഇതൊക്കെ പറയുന്നത് അല്ല, ആ ഒരു മെനക്കേട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് വരും, ഒരുപാട് മടുപ്പ് വരും. കേരളത്തിൽ ഈ നാടകം മാത്രമല്ല, ഇപ്പൊ ഡാൻസ് രംഗം നോക്കിയാൽ പോലും പ്രൊഫഷണൽ ഡാൻസേഴ്സ് പോലും നമ്മുടെ കേരളത്തിൽ കുറവാണ്. എന്തുകൊണ്ടാണ് പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്പേസ് ഇല്ല, പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഇല്ല. ഒരു തിരുവനന്തപുരം, ഒരു എറണാകുളം മെയിൻ സിറ്റി മാത്രമല്ലല്ലോ. ഇപ്പം ആദ്യം വേണ്ടത് കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു ദിവസം മാത്രം പോരാ, 365 ദിവസം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. ശരിക്കും അത് ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം അല്ലെ? ഗവൺമെന്റ് വൈസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ്സ് എടുക്കാം. അതെ, അത് ശരിക്കും ആ ഉള്ളിൽ. പക്ഷേ കലയോട് അത്ര സ്നേഹമുള്ളവരായിരിക്കണം, അത്രയും റിസ്ക് എടുക്കുന്നവരായിരിക്കണം. കേരളത്തിന് പുറത്തൊക്കെ പുറമെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത്. പ്രൈവറ്റ് 10-25-50 ലക്ഷം നമ്മുടെ കേരളത്തിലായോ അങ്ങനെ എടുക്കുന്നില്ലല്ലോ. കേരളത്തിൽ എടുക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ കണ്ടൊരു നാടകമുണ്ട്. അതൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയാണ് ആ നാടകം സ്പോൺസർ ചെയ്തത്. 50 ലക്ഷം രൂപയാണ് ആ നാടകത്തിലെ ചെലവ്. കണ്ണൂർ വെച്ചായിരുന്നു അതിന്റെ റിഹേഴ്സൽ. അഭിലാഷ് പിള്ള എന്ന് പറയുന്ന NSTയിലെ അധ്യാപകനാണ്. ശരിക്കും സന്തോഷം, ഇങ്ങനെ നാടകം വന്നാൽ കാണാൻ പൂമ്പ്ര ഫ്രെയിം. തീർച്ചയായിട്ടും നാടകം, സിനിമ ഇത് രണ്ടേ ഉള്ളൂ ലോകം. സന്തോഷത്തിന്റെ ലോകം അത് മാത്രമേ ഉള്ളൂ ശരിക്കും. അപ്പം ഈ നാടകത്തിൽ പെൺനടൻ അല്ലേ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്, അതിനകത്ത് ആ പെൺവേഷത്തിന്റെ ഒരു ടോട്ടലി ചേഞ്ച് ആയിരിക്കുമല്ലോ. അപ്പൊ അതൊന്ന് അവതരിപ്പിക്കുമ്പോ എങ്ങനെയായിരുന്നു? മാനസികമായിട്ടുള്ളൊരു ശൈലികൾ മാറണം. ആദ്യം നല്ല പേടിയായിരുന്നു. കാരണം ഒന്ന്, നമ്മുടെ ഈ റിയാലിറ്റി ഷോയിലൂടെ ഒക്കെ ഒരുപാട് സ്ത്രീവേഷങ്ങൾ കെട്ടുന്നത് കണ്ടിട്ടുണ്ട്. ആ കലാകാരന്മാരെ ഞാൻ കുറ്റം പറയുന്നതല്ല, പലപ്പോഴും അരോചകമായിട്ടാണ് തോന്നാറ്. കാരണം സ്ത്രീകളൊക്കെ എനിക്കിപ്പോൾ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരിമാരുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ എൻ്റെ അമ്മ എന്നോട് പെരുമാറുന്നത് അങ്ങനെയാണോ, അല്ല എൻ്റെ ഭാര്യ അങ്ങനെ. അപ്പോൾ ആ പെണ്ണടൻ കളിക്കുമ്പോഴുണ്ടായ ആദ്യത്തെ ഏറ്റവും വലിയ പേടിയും റിസ്ക്കും എന്ന് പറഞ്ഞാൽ അതിലൊരു അംശം പോലും
സ്ത്രീകൾ ഒരു തരത്തിലും അവഹേളിക്കുന്ന രീതിയിലുള്ളതിലായിക്കൂടാ. വെരി ഗുഡ്. അത് ഞാൻ ചെയ്തു. അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിരുന്നു. കാരണം അത് ഫസ്റ്റ് സ്റ്റേജ് കൊച്ചിയിൽ കളിച്ചു, ഒരുപാട് പേര് വന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ നാടകം കളിക്കാൻ പോയി. ബാംഗ്ലൂർ നാടകം കഴിഞ്ഞു. ഒരു എന്താ പറയുക 100 പേരേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ തിയേറ്ററിൽ. പ്ലേ കഴിഞ്ഞ ശേഷം ഒരു ഭയങ്കര എന്താ പറയുക ഭയങ്കര ഐശ്വര്യമുള്ള ഭയങ്കര ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത ഒരു കുറേ സ്ത്രീകൾ എന്നെ കാണാൻ വന്നു. കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയ പേടിയുണ്ടായി. അടിയല്ല, എന്തെങ്കിലും കുറ്റം പറയുമോ? കാരണം കണ്ടു കഴിഞ്ഞാൽ അറിയാം അവരെന്തോ ഒരു വലിയ ലെവലുള്ളവരാണ്, പെർഫോമിങ് ആർട്ടിസ്റ്റാണ്, ആ രീതിയിലാണ് വന്ന് പരിചയപ്പെട്ട്. അതിലൊരാൾ നമ്മുടെ മരിച്ചുപോയ മോനിഷയുടെ അമ്മ ശ്രീദേവി ഉണ്ണി, ശ്രീദേവി മാഡം. ഒന്നോടനെ അങ്ങോട്ട് കൈ പിടിച്ചു. ആദ്യം ചോദിച്ചാൽ എവിടെ നിന്ന് ഡാൻസ് പഠിച്ചതെന്നാണ്. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ചെയ്ത എന്തെങ്കിലും അപാകത ഉണ്ടോ സ്ത്രീ വേഷത്തിൽ? ഒട്ടുമില്ല. അപ്പോൾ അവരുടെ നിന്ന് അതുപോലെ അവിടെ ഒരു 75 വയസ്സായി അവിടുത്തെ ഏറ്റവും ഫേമസ് ഡോക്ടർ, മലയാളിയാണ്, പക്ഷേ ബോർഡിംഗ് ബോട്ടം ബാംഗ്ലൂർ, അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു എബവ് 65 വരുന്ന ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് ആ വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വലുതാ. ട്രിവാൻഡ്രത്ത് സൂര്യ ഫെസ്റ്റിവൽ നാടകം കളിച്ചു. ഇതേപോലെ കുറച്ച് പേര് വന്നു. അതിലൊരാൾ നമ്മുടെ അന്തരിച്ചുപോയ ഗന്ധർവൻ പത്മരാജൻ സാറിൻ്റെ വൈഫ് അല്ലേ, രാജലക്ഷ്മി എന്ന പേര്, ചേച്ചിയാണ്. ചേച്ചിയും അവരുടെ കുറേ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ആദ്യം അവരോട് ചോദിക്കുന്നത് ഞാൻ ചെയ്ത സ്ത്രീവേഷത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒട്ടുമില്ലാന്ന് അവർ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാ പെർഫെക്ഷൻ. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ ഒരു കുറ്റവും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മളെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് നമ്മളെ വെറുക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ക്യാരക്ടർ സക്സസ് ആക്കി എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു എയിം. ശരിക്കും അത് നമ്മുടെ എഫേർട്ടും കുറേ അങ്ങനെ ഒരുപാട്. ഇപ്പം തനൂജ പട്ടത്തിരി എന്ന് പറഞ്ഞ എഴുത്തുകാരി, അവർ എറണാകുളത്ത് നാടകം കണ്ടിട്ട് അവർ എഴുതിയ ഒരു കുറിപ്പ് എന്ന് വെച്ചാൽ പെണ്ണടൻ്റെ പിൻഭാഗം എന്നതാണ്. സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ ഫേസിനെ കുറിച്ച് എഴുതുക, പക്ഷെ അവരതിൽ കണ്ടെത്തിയിരിക്കുന്ന അതിൻ്റെ പിൻഭാഗത്തെ കുറിച്ച് പോലുമാണ്. കാരണം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ആ നാടകം അങ്ങനെ ഇപ്പോഴും അവതരിപ്പിക്കാൻ പറ്റുന്നു. അത് സ്ത്രീ പ്രേക്ഷകർ പ്രത്യേകിച്ച് ഈ ഗൾഫ് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാടകം കണ്ട്, കാരണം അത് ഈ പറയുന്ന പോലെ ഒരു മെസ്സേജ് തന്നെയാണ്. അതൊരു പഴയ ഒരു കലാകാരൻ്റെ ജീവിതമാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ഒച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്ന മഹാനായ കലാകാരൻ്റെ ജീവിതമാണ് പെൺനടൻ, സ്ത്രീവേഷം കിട്ടിയ നടൻ്റെ. പക്ഷേ ഏതൊരു പ്രൊഫഷണൽ ഉള്ള ആളും ഒരു നിമിഷം തകർന്ന് അന്ധകാരത്തിലേക്ക് പോകാം. കറക്റ്റ് അല്ലെ? അത് പല രീതിയിലായിരിക്കാം. പക്ഷേ കലാകാരൻ എന്ന രീതിയിൽ അല്ലെ വ്യക്തി എന്ന രീതിയിൽ നമ്മൾ പാലിക്കപ്പെടാതെ പോകുന്ന നമ്മുടെ ജീവിതം നമ്മൾ തന്നെ സ്വയം കൈവിട്ട് കളയുന്ന ഒരുപാട് അവസരങ്ങളുണ്ടാകും. അവിടുന്ന് എങ്ങനെ മുകളിലേക്ക് പോകാമെന്നുള്ളതാണ്. പക്ഷെ പല ആൾക്കാരും പലതും കാരണം താഴേക്ക് പോയി പോകും. അതൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതിന് ഞാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് വാസവദത്ത എന്ന് പറയുന്ന ക്യാരക്ടറാണ്. നാടകത്തിൻ്റെ ആദ്യം വളരെ എന്താ പറയുക സുന്ദരിയായ വാസവദത്തെ കാണിക്കുകയും നാടകത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ആശാൻ പറഞ്ഞതുപോലെ തന്നെ കയ്യും കരചരണങ്ങളും മുലയും മൂക്കൊക്കെ ഛേദിച്ച് വാസവദത്തയിലേക്കാണ് ഈ നാടകം അവസാനിക്കുന്നത്. ഈ നടൻ്റെ ജീവിതവും ഏകദേശം അതുപോലെയായിരുന്നു. രാജാവിനെ പോലെ തിളങ്ങിയിട്ട് അവസാനം ആരുമില്ലാതെ ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാൻ ആരുമില്ലാതെ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ മാറുകയാണ്. ഇത് എല്ലാവർക്കും വരാം, എനിക്കും വരാം, മേഡത്തിനും വരാം. സത്യം. ഇത് ഞാൻ എപ്പോഴും പറയും, ഒരു മനുഷ്യനും എനിക്ക് അറിവുള്ളതോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്ന ഒരു മനുഷ്യർക്കും ഈ ഒരു അവസ്ഥ ഈശ്വരൻ കൊടുക്കരുത്. ഇത് ശരിക്കും നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നാടകത്തിൽ ഓരോ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിത് അദ്ദേഹത്തിൻ്റെ ഒച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുക്കുകയും അതിൽ കൂടുതൽ ഞാൻ എൻ്റെ ചെറിയ വയസ്സിനിടയിൽ കണ്ട എൻ്റെ യാത്രകൾക്കിടയിൽ കണ്ട ഒരുപാട് ജീവിതങ്ങൾ, പക്ഷെ ഞാൻ തന്നെ വേദിയിൽ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു കലാകാരനാകുമ്പോൾ. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു നടനുണ്ട് മുഹമ്മദ് പേരാമ്പ്ര എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പറഞ്ഞ അനുഭവമുണ്ട്. അദ്ദേഹം വളരെ പ്രശസ്തമായൊരു സ്ഥലത്ത് നാടകം കളിക്കാൻ പോയി. നല്ല പ്രായമുള്ള ഒരാളാണ്. അയാൾ ചെയ്യുന്ന വേഷം ഗാന്ധിയായിട്ടാണ്, മഹാത്മാഗാന്ധിയായിട്ട്. അദ്ദേഹം സ്റ്റേജിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാടകക്കാരൻ തന്നെ എല്ലാം ചെയ്യണമല്ലോ. സ്റ്റേജ് കെട്ടുന്നു. അവസാനം അദ്ദേഹം അതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് സംഘാടകനായ ഒരു ചെറുപ്പക്കാരനോട് കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു. എന്നിട്ട് വേണം അയാൾക്ക് മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ കയറാൻ. ഈ സംഘാടകൻ കുറച്ച് വെള്ളം കൊണ്ട് കൊടുത്തു. ഇയാൾ ആർത്തിയോടുകൂടി അത് കുടിച്ചു. പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കാൻ പാടില്ല, ഭക്ഷണമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് വെള്ളമായിരുന്നില്ല, മനുഷ്യൻ്റെ മൂത്രമായിരുന്നു. അതാ പറഞ്ഞത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇപ്പം ഞാനിതുപോലെ വെള്ളം ചോദിച്ചു. കാരണം സ്റ്റേജ് കയറുമ്പോൾ കുറച്ച് ചൂടുവെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. നമ്മുടെ ശബ്ദമൊക്കെ ക്ലിയർ ചെയ്യാൻ കൂടുതലും സോഡയൊക്കെ കൊണ്ടുവെക്കുക. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എനിക്കും വെള്ളം കൊണ്ട് തന്നു. ഞാനും വെള്ളം കൊണ്ട് കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് മനസ്സിലായി. പെട്രോളോ ഡീസലോ അല്ലെ മറ്റേ മണ്ണെണ്ണയോ വാങ്ങിയ
ഒരു ബോട്ടിലാണ് ഇദ്ദേഹം വെള്ളം കൊണ്ട് തന്നിരിക്കുന്നത്. കുടിച്ച് സ്റ്റേജിൽ കയറണം. സ്റ്റേജിൽ കയറുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എന്തോ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി വരാൻ തുടങ്ങി. ഞാൻ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ വന്ന് പുറത്ത് വരൽ ഞാൻ വൊമിറ്റിംഗ് തുടങ്ങി. വൊമിറ്റ് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ സ്മെല്ല് കാണാം. പക്ഷേ ജനങ്ങൾ പലപ്പോഴും എന്താ ധരിക്കുക, പ്രത്യേകിച്ച് സ്റ്റേജിൽ നടന്നാണ് കള്ളു കുടിച്ചിട്ടാണ്. പിന്നെ എത്രയോ ദിവസം എടുത്തു എൻ്റെ വയറ്റുന്ന അതിൻ്റെ അംശം. അവസാനം അദ്ദേഹം വന്നിട്ട് മാപ്പ് പറഞ്ഞു. അദ്ദേഹം ഞാൻ വെള്ളം ചോദിച്ച സമയത്ത് പോകുമ്പോൾ കുപ്പിയൊന്നും കിട്ടിയില്ല. അവിടെ എവിടെയോ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞൊരു ബോട്ടിൽ കണ്ടു. ആ ബോട്ടിലായിരുന്നു. അപ്പോൾ ആരോ ഈ പറഞ്ഞ പെട്രോളോ ഡീസലോ വാങ്ങിയൊരു ബോട്ടിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സ്റ്റേജ് കലാകാരന്മാർക്കുണ്ട് അല്ലേ. മണ്ണെണ്ണയെക്കാട്ടും ഏറ്റവും വലുതാണ് മനുഷ്യൻ്റെ മൂത്രം. ഗാന്ധിയായിട്ട് അഭിനയിക്കാൻ വന്നൊരു നടനാണ്. അതും ചെയ്തത് ഭയങ്കര വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരന് വെള്ളം കൊണ്ടു കൊടുത്തത്. അവിടുത്തെ ഒരു സംഘാടകനാണ് ബാഡ്ജൊക്കെ തൂക്കി നടക്കുന്നത്. ഇതൊക്കെ എന്താ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം അടക്കം ഞാൻ ഈ സ്ക്രിപ്റ്റിൽ കോർത്തി ഇണക്കിയിട്ടുണ്ട് നാടകത്തിലൂടെ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ജീവിതം എന്ന് പറയുന്നത്, അത് നോക്കിക്കാണുക, ആ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുക. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ലിങ്ക് ചെയ്യാൻ പറ്റും അല്ലേ. ലിങ്ക് ചെയ്യാൻ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അതിനോട് അടുക്കാൻ തോന്നും അല്ലേ. ശരിക്കും സന്തോഷം, ശരിക്കും ഈ സൊസൈറ്റി ആയിട്ട് അനുഭവം വരുന്ന കുറേ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ നാടകത്തെ ബേസ് ചെയ്താണ് നമ്മൾ ആ കുട്ടികളുടെ വാളയാറിന്റെ വിഷയം വന്നതും എല്ലാം. ശരിക്കും സോഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ നല്ലത് ഇതിനെപ്പറ്റി ചെയ്യണം എന്ന് സന്തോഷിന്. അല്ല, ഞാൻ പറയാം, ഞാൻ ജനിച്ച നാട് അതാണ് കീഴാറ്റൂർ എന്ന് പറയുന്നത്. ഏകദേശം കണ്ണു തുറന്ന് എല്ലാം തിരിച്ചറിയുന്നൊരു പ്രായം തൊട്ടേ ഈ വീട്ടിൻ്റെ മുന്നിലൂടെ പ്രകടനങ്ങൾ പോകും. ഇതെന്താണെന്നൊന്നും മനസ്സിലാവില്ല. ഇപ്പം പന്തം കൊളുത്തിയിട്ട് പ്രകടനം പോകുന്നുണ്ടാവും, ഒച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ മരിച്ചുപോയൊരു പപ്പാട്ടരുണ്ട്, പണ്ട് മെഗാഫോൺ എന്ന് പറയും, അറിയില്ല. ഈ മെഗാഫോണിലൂടെയാണ് ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുക. ആ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ കേട്ടത് ചെറുപ്പത്തിൽ. കുറച്ച് കഴിയുമ്പോൾ ഈ ജാഥ വീട്ടിൻ്റെ മുന്നിലൂടെ വരുമ്പോൾ തന്നെ ഓടി ജാഥയുടെ കൂടെ പോകും. എന്തിനാണെന്നറിയില്ല, ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കും. പിന്നെയാണ് അത് ഇന്നതായിരിക്കാം വിഷയം. കാരണം ഇന്നല്ലേ കുറേ പ്രയാസങ്ങളില്ലാത്ത, അന്നൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ. റേഷനരി എന്ന് പറയുന്നത് പോലും അന്നത്തെ ജീവിതത്തിൽ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇന്ന് റേഷനരി വേണമെന്നില്ല, വളരെ കുറച്ച് പേര് മാത്രമേ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ആ പറഞ്ഞ പോലെ ഒരു കുപ്പി മണ്ണെണ്ണ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ഒരുപക്ഷെ അന്ന് വിളക്ക് കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ആയിരിക്കും വേണമെങ്കിൽ ഒരു സമരം നടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു താലൂക്ക് ഓഫീസ് പിക്കറ്റിങ്ങിന് പോകലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. പഠിക്കാൻ തുടങ്ങിയോടുകൂടി പിന്നെ ബസ് ചാർജ് വർധന, വിദ്യാർത്ഥികളുടെ ഇത് എന്ന് പറയാം. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ് സോഷ്യലായിട്ടുള്ള ചില ഇടപെടലുകൾ. അത് തുടങ്ങി ഇപ്പോഴും ചില കാര്യങ്ങൾ വല്ലാതെ വേദന ഉണ്ടാക്കുമ്പോൾ എനിക്കറിയുന്നൊരു മാധ്യമം സ്ട്രീറ്റ് പ്ലേയും നാടകം കളിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പം കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തും അതുകൊണ്ട് അതൊക്കെ ഈ മീഡിയ തന്ന വലിയൊരു സഹായമാണ്, അല്ല സിനിമ തന്ന വലിയൊരു സൗഭാഗ്യങ്ങളിൽ ഒന്നത്. അപ്പോൾ വാളയാർ വിഷയം, ഞാൻ അതിൻ്റെ തലേനാൾ കൊടുങ്ങല്ലൂർ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി 1:45 കണ്ണൂർ എത്തേണ്ടതാണ്, ദീർഘദൂര ട്രെയിന്. പക്ഷെ ഉറങ്ങിപ്പോയി. ഞാൻ എഴുന്നേറ്റത് മംഗലാപുരത്ത് വെച്ചാണ്. പിന്നെ എനിക്ക് റിട്ടേൺ ട്രെയിൻ 7 മണിക്കെങ്ങാനുള്ളൂ. ഇപ്പോൾ റെയിൽവേ രാവിലെ 4 മണി മുതൽ ഒരു 3 മണിക്കൂർ സമയം കളയാൻ വേണ്ടി നോക്കുമ്പോൾ പത്രം വായിക്കാൻ തുടങ്ങി. പത്രം വായിക്കുക ഈ വിഷയം വരികയാണ്. അതിലേക്കാളുപരി ഫേസ്ബുക്ക് തുറന്നപ്പോൾ 2 കുഞ്ഞുടുപ്പുകൾ തൂങ്ങിക്കിടക്കുന്നൊരു ടാഗ് ലൈൻ എല്ലാവർക്കും വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് തീരുമാനിച്ചു ഒന്ന് പ്രതിഷേധിക്കണം. അപ്പോൾ അതിന് കിട്ടിയൊരു സ്ഥലം കണ്ണൂരായിരുന്നു. അപ്പോൾ കണ്ണൂരിൽ നിന്ന് അത് വെറുതെ ചെയ്താൽ പോരാ, ഇപ്പം വേണമെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഏതെങ്കിലും ഒരു ടൗണിൻ്റെ മൂലക്ക് പോയിട്ട് ചെയ്യാം. പക്ഷെ ഞാനത് അതിൻ്റെ ഒരു വേഷം എന്തായിരിക്കണം തീരുമാനിച്ചു. അപ്പോൾ ഒരു അമ്മയുടെ കണ്ണിലൂടെ, അമ്മയുടെ രോദനത്തിലൂടെ പറയുമ്പോൾ കുറേയും കൂടി ആൾക്കാരിലേക്ക് എത്തും. കാരണം അങ്ങനെ നാടകമൊക്കെ കളിക്കുമ്പോൾ തോന്നുന്ന ഏറ്റവും വലിയ ഇതെന്താ പറയുക, ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് കണ്ണൂർ പഴയ സ്റ്റാൻഡ് വരെ ഉന്തുവണ്ടി ഉന്തിക്കൊണ്ടാണ് ഞാൻ നാടകം കളിച്ചത്. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അമ്മമാരുണ്ട്, ജോലി കഴിഞ്ഞ് പോകുന്ന സഹോദരിമാരുണ്ട്. പല ആൾക്കാർക്കും ഇതെന്താണ് വിഷയം എന്ന് പോലും അറിയില്ല. അതാണ് നമ്മുടെ ഏറ്റവും നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വസ്തുതയുണ്ട്. പത്രങ്ങളിൽ വരുന്ന വാർത്ത പോലും നമ്മൾ വായിക്കാതെയായിരിക്കുന്നു. ഈ വാളയാറിലെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് എന്നോട് എത്രയോ സ്ത്രീകൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നാടകമാണ്, അല്ലാതെ നാടകമല്ല, അത് ആശയപ്രചരണം തന്നെയാണ്. അറിയാത്ത വാർത്തകൾ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കാരണം അതിനുശേഷം എത്രയോ പേര് ആ വീഡിയോ കണ്ടതോടുകൂടി എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പ്ലേ അന്ന് വൈകുന്നേരം കണ്ണൂർ കളിച്ചതോടുകൂടി കേരളം മുഴുവൻ ഒരുപാട് നാടകങ്ങൾ, ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ. അതാണല്ലോ, ഒരാളൊരു ചെറിയൊരു ശബ്ദം ഉയർത്തി വിട്ടാൽ അത് വലിയൊരു ശബ്ദമായി മാറണം. അപ്പം അതിപ്പോഴും ചെയ്യുന്നു, ഇനി നാളെയും ചെയ്യും. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും കയറി നാളെ തെരുവിലിറങ്ങണം എന്ന് പറഞ്ഞൊന്നും അതറിയില്ല. കാരണം
എനിക്ക് ഹോണ്ട് ചെയ്യുന്നാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മളെ വേദനിപ്പിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ പാടുള്ളൂ. ഇത് എന്നെ വേദനിപ്പിച്ചതാണ്. 2 മക്കളുടെ ചിത്രം, ഞാനും ഒരു അച്ഛനാണ് അല്ലെ, ഒരുപാട് പെൺകുട്ടികളെ വേദനിക്കും. അത് 2017 നടന്ന സമയത്ത് തന്നെ നമ്മളെല്ലാവരും വിചാരിച്ചാണ് ആ പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന്. തീർച്ചയായിട്ടും ആ പ്രതികളൊക്കെ മാന്യന്മാരായിട്ട് സമൂഹത്തിൽ നടക്കുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹെൽപ്ലെസ് ആണ്. അതാണ് ഞാനും എപ്പോഴും പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. പക്ഷെ അവിടെ നമ്മൾ നിയമം വരണം. തീർച്ചയായിട്ടും വരണം. ഒരുപാട് പ്രതീക്ഷയായി. ഇപ്പൊ നിർഭയ കേസിൽ വളരെ ശക്തമായിട്ടുള്ള നിയമം. എന്താ മനുഷ്യനാണ്, മനുഷ്യൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നന്മയേക്കാൾ കൂടുതൽ തിന്മയുള്ളവരാണ്. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ തിന്മയെ ഞാൻ എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ. നാളെ എനിക്ക് തെറ്റുപറ്റിയാലും എന്നെയും വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ നിർഭയയുടെ ഈ കോടതി വിധി നമുക്കൊക്കെ സന്തോഷം തരുന്നതാണ്. നാടകത്തിലൊക്കെ നല്ല അസലായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷ് എപ്പോഴാണ് ഫിലിമിലേക്ക് കയറി? ആ ചെറുപ്പം തൊട്ടേ സിനിമ വലിയ, നാടകം സെക്കൻഡ് ആയിരുന്നു. സിനിമ ഉള്ളിൽ അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇപ്പോഴും ഫസ്റ്റ് സെക്കൻഡ് ഞാൻ ഇതുവരെ വേർതിരിച്ചിട്ടില്ല. രണ്ടും ഒരേ ഇല്ല. അമ്മയും അച്ഛനും ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഇഷ്ടം എന്നേ ഞാൻ പറയാറുള്ളൂ അല്ലേ. അതുപോലെ തന്നെയാണ്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ ഞങ്ങൾക്ക് കേട്ടൊരു പേര് തളിപ്പറമ്പ് രാഘവൻ എന്ന് പറഞ്ഞ രാഘവേട്ടനെ കുറിച്ചാണ്. രാഘവേട്ടൻ ആ സമയത്ത് കണ്ടിട്ടില്ല. അപ്പോൾ സിനിമ ഒരു വലിയ വിദൂരതയിലുള്ളൊരു സ്വപ്നമായിരുന്നു. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ പ്രീ ഡിഗ്രിക്ക് മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കൊന്നും മാർക്കില്ല. പൂനെ മറന്നു. അപ്പോൾ സിനിമയിൽ എങ്ങനെയും എത്തിപ്പെടണം. ഞാൻ 2002 രാജീവ് രവിയും ടീമും ഒരു ഡോക്യു ഫിക്ഷൻ ചെയ്യാൻ വേണ്ടി, രാജീവ് രവി നമ്മളിപ്പോഴത്തെ ഡയറക്ടർ, കണ്ണൂർ വന്നപ്പോൾ അവരുടെ കൂടെ കൂടിയതാണ്. അവരുടെ അസിസ്റ്റൻ്റ് ആയിട്ട് കൂടി ആ ഒരു പരിചയത്തിലാണ് ചക്രം സിനിമയിൽ എത്തിപ്പെടുന്നത്. ചക്രത്തിൽ അഭിനയിച്ച പൃഥ്വിരാജിന്റെ അനുജനായിട്ട് മീര ജാസ്മിനൊക്കെ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. പക്ഷെ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എനിക്കും എൻ്റെ അഭിനയത്തോട് അത്ര താല്പര്യം തോന്നിയില്ല. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി ഞാൻ സിനിമയ്ക്ക് പറ്റിയ ഒരാളല്ല. പിന്നെ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ക്യാമറയുടെ പിറകിൽ. അപ്പോൾ ഞാൻ രാജീവേട്ടനോട് പറയും എന്നെ അസിസ്റ്റൻ്റ് ആക്കിയാൽ മതി. അങ്ങനെ ഞാൻ ഫൗസിയ ഫാത്തിമ എന്ന് പറയുന്ന ക്യാമറ വ്യൂമൻ്റെ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ട് ചെന്നൈയിൽ പോയി. വീണ്ടും തിരിച്ച് ഇവിടെ വന്ന് നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ TV ചന്ദ്രൻ സാറിനെ പരിചയപ്പെട്ടു അല്ലേ. ചന്ദ്രൻ സാർ ഈ ഫെസ്റ്റിവലിനൊക്കെ വരുമ്പോൾ പരിചയപ്പെടും. അപ്പോൾ സാറിൻ്റെ സിനിമകളൊക്കെ നമുക്ക് ഭയങ്കര ആവേശം ഉണ്ടാക്കിയ സിനിമകളാണ്. പിന്നെ സാറിൻ്റെ കൂടെ കൂടിയിട്ട് ഒരു 4-5 സിനിമകൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു കമൽ സാറിൻ്റെ കൂടെ. അതിൻ്റെ ഇടയിലും മാറി മാറി വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അതുവരെ ഈ സഞ്ചിയും തൂക്കി പോകുന്ന ഞാൻ നാട്ടിൽ നിന്ന് ഇതെന്താണ്, എന്ത് നാടകക്കാരൻ, നാടകങ്ങൾ ചെന്തം കിട്ടുമെന്നൊക്കെ അമ്മേനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2006 ഏറ്റവും മികച്ച നാടക നടൻ്റെ സ്റ്റേറ്റ് അവാർഡ് ഞാൻ എൻ്റെ കീഴാറ്റൂരിലേക്ക് എത്തിച്ചു. അതിനുശേഷം ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ലാത്ത പണിയാണ്. കാരണം ഒരു സ്റ്റേറ്റ് അവാർഡാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചക്രം സിനിമ വന്ന സമയത്തും അത്രയധികം ആളറിഞ്ഞിട്ടില്ല. ശരിക്കും ഒത്തിരി നല്ലതായിട്ട് ഐഡന്റിഫൈ ചെയ്ത ഫിലിം വിക്രമാദിത്യ, ലാൽ ജോസ് സാറിന്റെ വിക്രമാദിത്യ 100 ദിവസം ഓടി. അതെന്താ പറയാ, നാട്ടിലൊക്കെ ഒരു ട്രെൻഡായി മാറി. ആദ്യമായിട്ട് നാട്ടുകാരൊക്കെ ഒരു ഫ്ലെക്സ് അടിച്ചു തൂക്കുന്നു. സന്തോഷല്ലേ? പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി നന്നായി വരുന്ന കാണുമ്പോൾ സന്തോഷല്ലേ? ഭയങ്കര നാട്ടുകാർ സന്തോഷം അവിടെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഇവരൊക്കെ കുഞ്ഞുനാളിൽ കാണുന്നത്. അതാണ് ഞാൻ നേരത്തെ മാഡം ചോദിച്ചത് തന്നെ. നാടകങ്ങൾ കാണാൻ ഇപ്പോൾ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകം കോട്ടയത്ത് തമ്പുരാൻ എൻ്റെ നാട്ടുകാർ കണ്ടിട്ടില്ല. കാരണം കാണാൻ പറ്റിയിട്ടില്ല, ഇത് സംഘടിപ്പിച്ചിട്ടില്ല ആരും. അപ്പം ഞാൻ ചെയ്യുന്ന പല നാടകങ്ങളും നാട്ടുകാർക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം അവതരിപ്പിക്കുന്നതൊക്കെ പുറത്താണ്, നമ്മുടെ നാട്ടിൽ അല്ലേ. അപ്പോൾ സിനിമ അത്രയും വലിയ ജനകീയ മാധ്യമമാണ്, നമ്മുടെ എല്ലാവരുടെ മുന്നിലുമുണ്ട് സിനിമ. അപ്പോൾ സിനിമയിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് നാട്ടുകാർ, പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും അത് പോയി കാണുന്നു. പിന്നെ ആ സിനിമ 100 ദിവസം ഓടുന്നു. ദുൽഖർ സൽമാന്റെ അച്ഛനായിട്ട് ആണെന്നുള്ളൊരു ഇത് വരുന്നു. ശരിക്കും ലെജൻസിന്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലാൽ സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും അവരുമായിട്ട് ചെയ്ത എക്സ്പീരിയൻസ് എന്തോ? അവരൊക്കെ യൂണിവേഴ്സിറ്റിയാണെന്ന് ഞാൻ പറയും. പിന്നെ മമ്മൂക്കിയൊക്കെ അഭിനയത്തിന്റെ യൂണിവേഴ്സിറ്റിയാണ്, അറിവിന്റെ യൂണിവേഴ്സിറ്റിയാണ്. കാരണം ലാൽ സാറിന്റെ കൂടി ഇപ്പോൾ 6 പടത്തിലധികം ചെയ്തു. അതുപോലെ മമ്മൂട്ടി സാറിന്റെ കൂടിയും ചെയ്തു. ഇവർ രണ്ടുപേരുടെ കൂടിയും ഇപ്പോൾ ലാലേട്ടന്റെ ലൊക്കേഷൻ പോയി കഴിഞ്ഞാൽ ലാലേട്ടൻ കൂടുതലും സംസാരിക്കുക നാടകത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും, അല്ലെ. നാട്യധർമ്മിയെക്കുറിച്ചും സംസ്കൃത നാടകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വാദോരാതെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്. ഇപ്പം മമ്മൂട്ടി സാറിന്റെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ വേറെ തരം നോളജ്. വലിയേട്ടനാണ് അല്ല. മറ്റേ സിനിമയൊക്കെ
ഇതൊക്കെ കിട്ടുന്ന ഒരു വലിയൊരു നോളജ് ഉണ്ടല്ലോ. ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ സിനിമയിൽ അഭിനയിച്ചു, നോക്കുമ്പോഴേക്ക് പ്രഭു സാറ്, സുനിൽ ഷെട്ടി സാറ് തുടങ്ങി ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ ലെജൻസിൻ്റെ കൂടിയാണ് ഭാഗമാകാൻ പറ്റിയത്. അപ്പോൾ ഇപ്പോൾ ഓരോന്നും സംഭവിച്ചുകൊണ്ടേ. ഇപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ പടത്തിൽ, ഷാജി സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അത് വലിയൊരു ആഗ്രഹമാണ്. അതിൻ്റെ ഇടയിലൊന്ന് എന്തോ ചില സാങ്കേതിക കാരണങ്ങളാൽ അതും വലിയൊരു ആഗ്രഹം, മാസ്റ്റേഴ്സ് ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജോഷി സാറിൻ്റെ കൂടെയും ഷാജി കൈലാസ് സാറിൻ്റെ കൂടിയാണ്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയാം, സന്തോഷ് ഇത്രയും ട്രൂ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടും ഔട്ട്പുട്ട് അത്രയും നല്ല എഫേർട്ടോടുകൂടി കൊടുക്കുന്ന ഒരു വ്യക്തി ആയതും നമ്മുടെ ഡെഡിക്കേഷൻ നോക്കിയാൽ ഭഗവാൻ കാണാതെ പോകില്ലല്ലോ. ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ വലിയൊരു പ്രാർത്ഥനയുണ്ട്, അവരുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അനുഗ്രഹമുണ്ട്, ഭയങ്കരം. അല്ല അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഇപ്പോഴും താമസിക്കുന്നത്, അവരെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഈ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് എൻ്റെ മനസ്സ് നിറവോടുകൂടി ഞാൻ ഉണ്ടാക്കിയത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ വീട്ടിൽ നിന്ന് വരുന്ന ഒരു അടുക്കളയിലെ മണം തന്നെയാണ് ഞാൻ. ഇത് തന്നെയാണ് ഈ അടുക്കള അങ്ങനെയാണ്. ഭക്ഷണം എൻ്റെ വീക്ക്നെസ് ആണ്, പ്രത്യേകിച്ച് നാടൻ ഭക്ഷണം. എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. നമുക്ക് വെളിയിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ 1-2 ദിവസമൊക്കെ കഴിക്കാം. ഞാനിപ്പോൾ ഭയങ്കര രസം ഒരു അനുഭവം പറയുകയാണ്. ഇത് കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ദോഹയിലായിരുന്നു ഷൂട്ട്. ഖത്തറിൽ വെച്ച് നടക്കുന്ന ഒരു സിനിമ, കുട്ടികളുടെ സിനിമയാണ്. അവിടുത്തെ ആൾക്കാരെ കൂടുതലും രാജേഷ് ആർ ഗോവിന്ദ് എന്ന് പറഞ്ഞ ഒരാൾ അതിൻ്റെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ മകനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാ സംവിധാനവും ഉണ്ട്. ഇപ്പം ഞാൻ മാത്രമേ പുറമേ നിന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ എന്താ പറയുക ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വില്ലയിൽ വെച്ച് ഒരു ദിവസം ഷൂട്ട് കിടക്കുകയാണ്. ഞാൻ വെളിയിൽ നോക്കുമ്പോഴേ നല്ല പച്ചക്കറി തോട്ടം, അവിടെ വഴുതുനങ്ങ, വെണ്ടയ്ക്ക, പാവയ്ക്ക എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്ന് വന്നിട്ട് എനിക്കൊന്ന് ഒരു കറി വെച്ച് തരുമോ? അവിടെ തന്നെ ഉടൻ തന്നെ അവർ അവിടെ നിന്ന് ഇത് നമ്മുടെ വെള്ളരിക്ക പറിച്ചു, പിന്നെ ഈ മത്തനില്ലേ, മത്തൻ്റെ ഇല എടുത്ത് അതിനെ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി, വെണ്ടയ്ക്ക ഉപ്പേരി. പിന്നെ ഞാൻ അവിടെ ഷൂട്ട് നടക്കുമ്പോഴൊക്കെ കറിയും ചോറും, അതിനൊരു സ്വാദ് പ്രത്യേകിച്ച് അത് ശരിക്കും അതിന് ഭയങ്കര സ്വാദുണ്ട്. അതുകൊണ്ടാണ് സന്തോഷ് ഇന്നും അത് മറക്കാതെ നമ്മളോട് പങ്കുവെച്ചത്. പറയാൻ കാരണം ഇപ്പൊ എന്റെ കൂടെ എന്റെ മകൻ വരും. എനിക്കൊരു മകനാണ് യദുസാന്ത്, സന്തോഷ് എന്നുള്ള സാന്ത് കിട്ടിയാണ് ഷോർട്ട്. അത് ഞാനിട്ട പേര് ഫിഡൽ എന്നായിരുന്നു. പക്ഷേ ഈ പേര് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ദിവസം ഞാൻ വീട്ടിലില്ല. അമ്മയ്ക്ക് ഈ പേര് എങ്ങനെയും മനസ്സിലാവുന്നില്ല. അമ്മ പോയിട്ട് ഏതു കൃഷ്ണ കിട്ടും. ഞാൻ ഒന്നും കൂടി പരിഷ്കരിച്ചിട്ട് മാറ്റി സന്തോഷിന്റെ സാന്ത് നല്ല ഇട്ടിട്ട് അർത്ഥം എന്താണെന്ന് എനിക്കറിയാം. ഒരു മോൻ 7ാം ക്ലാസ്സിലായി. അവൻ എൻ്റെ കൂടെ പെർഫോമൻസിനൊക്കെ വരും, ഷൂട്ടിംഗ് സെറ്റിലൊക്കെ വരും. പക്ഷെ അവൻ കൂടുതൽ എല്ലാ ജോലിയും ചെയ്യും. അങ്ങനെ വേണം. ആൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് എല്ലാം അറിഞ്ഞ് തന്നെ ഈ ലോകത്ത് വളരണം. അല്ലാതെ എല്ലാ സുഖവും കൊടുത്ത് നമ്മൾ വളർത്താൻ പാടില്ല. നമ്മളത് കൊണ്ടുപോകുന്ന പോലെയാണ്. നമ്മൾ കുറച്ചൊക്കെ അവരെ കഷ്ടപ്പാടൊക്കെ കാണിക്കണം. എന്താണ് ഷൂട്ടിംഗ് സെറ്റപ്പ്. മോൻ അഭിനയിക്കാൻ ഇഷ്ടമാണോ? മോൻ അഭിനയിക്കാൻ ഇഷ്ടം. ഞാൻ ഒന്നും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒന്നും തല്ലി പഠിപ്പിച്ചിട്ടില്ല, നിർബന്ധിച്ചിട്ടില്ല. നമ്മളിങ്ങനെ വെറുതെ എങ്കിലും സ്കൂൾ ആനുവൽ ഡേ ഒക്കെ ഡാൻസ് കളിക്കുക, അല്ലെ ഫാൻസി ഡ്രസ്സ് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ ആ പരിപാടിയൊന്നുമില്ല. ആ പരിസരത്ത് ഞാൻ പോകുകയും ചെയ്യില്ല. പക്ഷേ അവൻ സ്വയം അറിഞ്ഞ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതന്നെ. എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കളരിയൊക്കെ പഠിക്കുക എന്നുള്ളത്. ചെറുപ്പത്തിൽ മോനിപ്പോൾ 5-6 വർഷമായിട്ട് കളരി പഠിക്കുന്നു, അതിൻ്റെ പെർഫോമൻസിന് പോകുന്നുണ്ട്. അതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ സംഭവം ഉണ്ടല്ലോ. നല്ലത്. ഇതൊക്കെ ഒരു അച്ഛനമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യങ്ങളാണ്. അത് വെച്ച് മുന്നോട്ട് പോട്ടെ. പക്ഷേ എനിക്ക് സന്തോഷിനോട് ഒരു കാര്യം, ഒരു റിക്വസ്റ്റ് എന്താണെന്നറിയോ? സന്തോഷ് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി, പക്ഷേ സന്തോഷിൻ്റെ ഔട്ട്പുട്ട് അനുസരിച്ച് ഒരു നാഷണൽ അവാർഡ് കിട്ടട്ടെ. അയ്യോ, ഞാൻ പറഞ്ഞ പോലെ 2020 കേൾക്കുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ വാക്കുകളാണ്. ഭക്ഷണത്തിന്റെ മുന്നിൽ പറയുന്നത് അല്ലേ? അതെ, ഞങ്ങൾ നിറവോടെ പറയാറുള്ളൂ. ഓക്കെ, അത് സന്തോഷം.